ഇപ്പൊ 10th പഠിക്കുന്ന സ്റ്റുഡൻസ് ഇപ്പോഴേ അവർ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ചോദിക്കുക. ഇപ്പൊ ഉമ്മ ആണെങ്കിലും വാപ്പ ആണെങ്കിലും ചോദിക്കുക അവരോട്, മക്കളെ നിങ്ങൾക്ക് എന്താ ആവേണ്ടേ, നിങ്ങൾക്ക് എന്തിനാ പോവേണ്ടേ, നിങ്ങൾക്ക് എന്താണ് ഡ്രീം, നിങ്ങളിൽ ഞങ്ങളൊരു നല്ലൊരു ഫ്യൂച്ചർ കാണുന്നു, ഞങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് അത്രയും സപ്പോർട്ട് ഇല്ലായിരുന്നു, ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്താ ആവേണ്ടത് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് പറ്റിയില്ല, അത് നിങ്ങളിലൂടെ നേടണം എന്നൊരിക്കലും പാരന്റ്സ് കുട്ടികളോട് പറയാതിരിക്കുക, പറയരുത്. അത് കാരണം എന്ന് വെച്ചാല് അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ അതിലും നല്ല ആഗ്രഹം അവരുടെ ഫീൽഡിൽ അവർക്ക് ഉണ്ടായിരിക്കാം, അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ എന്റെ പാരന്റ്സ് എന്നും എന്നോട് പറയാറുണ്ട്, നിങ്ങളിലൂടെയാണ് ഞങ്ങൾ ഫ്യൂച്ചർ കാണുന്നത്. ഫ്യൂച്ചർ കാണുന്നത് വേറെ കൊണ്ടല്ല, എന്റെ ഇത്രയും ഡോക്ടറാണ്, ഞാനും ഡോക്ടറാണ്. അപ്പൊ അവർക്ക് ഡോക്ടർ പ്രൊഫഷനിലോട്ടാണ് താല്പര്യം. എന്തൊരു ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറഞ്ഞാല് നല്ലൊരു ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ പറ്റി തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് എല്ലാവരും ട്രാൻസ്ഫർ ആവുന്നത്. മെഡിക്കൽ ഫീൽഡ് അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ വെൽബീയിങ്ങിന്റെ കാര്യമാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മെയിൻലി നമുക്ക് വരുന്ന ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ സൈക്കാട്രിയും സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു കുട്ടി ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് പറയുവാണെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അതിനൊരു മോശവും വിചാരിക്കരുത് ഒരിക്കലും പാരന്റ്സ്. കാരണം അതൊരു നോർമൽ ഫിനോമിനയാണ്. നോർമൽ ഫിനോമിന എന്ന് പറഞ്ഞാൽ എന്നും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലോകത്ത്